ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൺപോളയിലെ കുരുവിന്റെ പ്രശ്നമേ ഉണ്ടാവില്ല. ലോകത്ത് ഏകദേശം 140 മില്യൺ കുട്ടികളാണ് ഈ ഒരു ഡെഫിഷ്യൻസിയായി ജീവിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഐലിഡ്സും ഐലാഷസും. ഇതിൽ കണ്ടുവരുന്ന ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡുകളാണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. ഈ ഗ്ലാൻഡ്സ് ഒരു ഓയിലി സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. അതാണ് മെയ്ബം. ഈ മെയ്ബമാണ് നമ്മുടെ കണ്ണുകളിലെ മോയ്സ്ചറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ടിയർ ഫിലിമിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ടിയർ ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ സെക്രീഷൻസ് എല്ലാം ബ്ലോക്കായി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കണ്ണിലെ കുരു എന്നും മെഡിക്കൽ ടേംസിൽ സ്റ്റൈ എന്നും പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് വിറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ ഈ ഓയിൽ സെക്രീറ്റിംഗ് പോർസ് ക്ലോഗ് ആവാനും, അതായത് അടഞ്ഞു പോവാനും പിന്നീട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. ഇത് മാത്രമല്ല, ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസിലും കണ്ടുവരാറുണ്ട്. അവരിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ സ്റ്റഫൈലോകോക്കസ് ഇൻഫെക്ഷൻ. ഇത് കാരണം ബോയിൽസും സിസ്റ്റിക് ആക്നിയും ഈ പിമ്പിൾസും എല്ലാം ഉണ്ടാവാറുണ്ട് ഇത്തരക്കാരിൽ. ഈ ലോകത്ത് 140 മില്യൺ കുട്ടികളാണ് വിറ്റമിൻ എ ഡെഫിഷ്യന്റ് ആയിട്ട് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് സെക്കൻഡ് ആഫ്റ്റർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഈ കണ്ണിലെ കുരു ഒരിക്കലെങ്കിലും വന്നവർക്കറിയാം, മേ ബി അതൊരു 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവാം. എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് പിന്നീടും അത് വന്നിട്ടുണ്ടാവും. അതിന് കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ലോ ഇമ്മ്യൂണിറ്റി തന്നെയാവാം. ലോ ഇമ്മ്യൂണിറ്റിക്ക് കാരണം ചിലപ്പോൾ സിങ്ക്, അയൺ ആൻഡ് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം. നിങ്ങളൊരു പക്ഷേ വിറ്റമിൻ എ കൂടുതലുള്ള ക്യാരറ്റ്, ലീഫി ഗ്രീൻസ് എല്ലാം കഴിക്കുന്നുണ്ടാവും. പക്ഷേ വാട്ട് ഇഫ് യുവർ ഗട്ട് ഇസ് നോട്ട് ഓക്കെ? പൊതുവിലായിട്ട് ഇൻഫ്ലമേറ്ററി ഗട്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കും ലിവർ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കെല്ലാം ഈ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എയുടെ അബ്സോർപ്ഷൻ വളരെ കുറഞ്ഞു കാണാറുണ്ട്. സോ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണ് അണ്ടർലൈനിങ് കോസ് എന്ന് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ റെക്കറൻസ് നമുക്ക് തടയാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കാം. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. വിറ്റമിൻ എ, സിങ്ക്, അയൺ ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ആയുർവേദത്തില് ഈ കൺപോളയിലെ കുരുവിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്. അതിലേക്ക് പോവാം.